ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് സംഭവങ്ങളൊക്കെയാണ് ഇടുന്നത്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് കാര്യപ്പെട്ടൊന്നും പരിപാടികളില്ല, ചെറുതായിട്ട് നമ്മൾ വീട്ടുപണികൾ കാര്യങ്ങൾ, പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തൊരു സംഭവം ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ കാണണം. നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ കാണിക്കാം. ഇതാണ് മുറ്റത്തിൻ്റെ ഒക്കെ ഒരവസ്ഥ കേട്ടോ. തേങ്ങയൊക്കെ പൊളിച്ച് വിറകൊക്കെ കൊത്തിയിട്ട് ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ലീവ് ഉള്ളതല്ലേ, അപ്പോൾ അങ്ങനത്തെ കുറേ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല, നോർമലി ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. കഴിഞ്ഞ സൺഡേ നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷേ തേങ്ങളം തരാം. പക്ഷെ എന്താ പറയുക, ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കും, പക്ഷേ അപ്ലോഡ് ടൈം കാര്യങ്ങൾ അങ്ങനെ പെൻഡിങ്ങായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ കറി ഇതാണ് കേട്ടോ. ചക്കക്കുരു മുരിങ്ങയും കറി വെച്ച് തേങ്ങ അരച്ചും വെക്കാം, തേങ്ങ അരക്കാതെയും വെക്കാം. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഒന്നും വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതല്ല, അതൊന്നും അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ച് വെച്ചിട്ടാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടില്ല, അല്ലാതെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ കറി എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് മീൻ വറുത്തുണ്ട്. അത് വറുത്തുകൊണ്ട് വെക്കുകയാണ്. അടുപ്പത്താണ്, പുറത്തുള്ള അടുപ്പത്താണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ചും വിശേഷങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ ലിയോനെ നമ്മളെ വീഡിയോയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ വീഡിയോ കണ്ടവർ ഫസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിയോ അല്ലാത്ത ഒരാളും കൂടി നമ്മളിവിടെ ഉണ്ടായിരുന്നു. ലഡു എന്നാണ് മക്കളെ വിളിച്ചിരുന്നത് കേട്ടോ. ഒരു നാടൻ പൂച്ച. അത് പ്രസവിച്ച് 2-3 മക്കളുണ്ടായിരുന്നു. അതിന് ശേഷം മക്കളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിയോ ഒന്ന് നോക്ക്. ഇതാണ് ലിയോ കണ്ടോ. ഇതാണ് ഇവരെ അവസ്ഥ. അവരമ്മക്കൊരു സൗകര്യം. എവിടെയാണ് നമ്മുടെ മഞ്ഞക്കുട്ടി നിഷ? ഇതിനെപ്പോഴും കട്ടോടോണ പണിയാട്ടോ. ബെനി ഇതിനെ കട്ടോണ്ടായിട്ട് ഓന് വന്ന് അതാണ് വലിയ പരാക്രമം കേട്ടോ. ഭയങ്കര പാലുടിക്കാരനെ, ഭയങ്കര കച്ചറയാണ്. ഇന്നലെ നല്ല കളിയായിരുന്നു മൂന്നാളും. വീഡിയോ എടുക്കണം വിചാരിച്ചപ്പെടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലുള്ള മറ്റ് 3-4 പേര് കേട്ടോ. പിന്നെ മറ്റേ പൂച്ച എവിടെയോ പോയതാണ്. അതിന്റെ കുട്ടികളൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കൂടെ പൂച്ച വീടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇവരെ അതേപോലെ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം, ആവശ്യക്കാർക്ക് വിചാരിച്ചിട്ടുണ്ട്. കുഞ്ഞങ്ങോട്ടൊക്കെ മഞ്ഞക്കുട്ടി ഇങ്ങോട്ടൊക്കെ മഞ്ഞക്കുട്ടി. ഞാൻ മഞ്ഞക്കുട്ടി കണ്ടോ. അതൊക്കെ പാല് കുടിക്കാൻ തിരക്കില്ല, അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യണില്ല. വിട്ടു പിടിച്ച് കണ്ടോ, കണ്ണല്ല വാങ്ങിയിട്ടില്ലേ? ബ്ലൂ ഐസ ഇവിടെ അങ്ങനെ പിടിച്ചല്ല. അതിനെ ഒരു രസമല്ല കാണാം. മൊയിലുമുട്ടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മള് വേറെ സംഭവം ഉണ്ട്, അത് നമ്മള് കാണിക്കട്ടോ. അപ്പൊ സമയം 12 ആയിട്ടുള്ളൂ കേട്ടോ. 12:18. അപ്പത്തേനും നമ്മൾ പണികളൊക്കെ ഒരുവിധം ഒരുങ്ങിയിട്ടുണ്ട്. അത് രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നല്ല കളിയാട്ടോ. ഒന്നും കൂടി അവിടെ മറ്റേത് കുഞ്ഞൂസ്. ഇതാണ് കളി. എപ്പോഴും നോക്കിയാലും ഈ ഒരു കളിയാണ്. കടിച്ചാന്നൊക്കെയാണ് എടേ. ഒരാളിവിടെ ടേബിളിന്റെ ഉള്ളിലിരിക്കാണ്. ഞോ ഒക്കെ നീല കണ്ടാണല്ലേ. ഞാനിവർ പ്രസവിച്ച ഉടനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അപ്ലോഡ് ചെയ്യില്ല. അതാണ് ഉണ്ടായത്. സംഭവം എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല വീഡിയോസ്. ക്ലിനിക്കിൽ പോണ കാരണം നമുക്ക് അവിടുത്തെ വർക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഓരോ തിരക്ക് കാരണം കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പെൻഡിങ് ആയി പോകും. അതാണ് കണ്ടോ, നല്ല കളിയാണ്. അടിച്ച് വലത്താണ്. എന്താ കളി കടിച്ച് അപ്പൊ ഇവരെ കളി ഇങ്ങനെ നീണ്ടു കേട്ടോ. ഇതെന്നെ കാണാൻ നിന്നാ ടൈം പോവും. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അടുത്ത് വേറൊരു സംഭവം ഞാൻ കാണിക്കാത്തതുണ്ട് പറഞ്ഞ് കാണിക്കാൻ പോവാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം കാണാൻ വേണ്ടിട്ട് നമുക്ക് പോകട്ടോ. ഓക്കെ, ഹലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഒരു സ്ഥലം മീൻസ് സംഭവം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊരു വർഷമായി ഏകദേശം നമ്മളിങ്ങനെ തറയിട്ട് വെച്ചിട്ട് ബെൽറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോന്നിനും ഓരോത്തിൻ്റെതായ സമയമുണ്ട് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കണം. ഇവിടെ നിറച്ച് കാടൊക്കെ പിടിച്ചു. ഒരു വർഷമൊക്കെ നമ്മൾ തറയിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കാടാവുമല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ച് ഇതൊക്കെ അത് കാട് പിടിച്ചതാട്ടോ, ഒഴിവാക്കിയതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിയ ഭൂമി, അവിടെ ഒരു വീട്, ഇതൊക്കെ നമ്മളൊരു സ്വപ്നമാണല്ലേ.
ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പാണ്. ഫുഡ് കഴിക്കണം, കുറച്ച് സമയം വെറുതെ ഇരിക്കണം, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അതിന് ശേഷം ഇന്ന് കുടുംബശ്രീയുള്ള ദിവസമാണ്, തറവാട്ടിന് പോകണം, കുറച്ച് വിറക് ഉണ്ടാക്കണം. വെറുതെ ഇരിക്കൊന്നുമില്ല, വെറുതെയാണ്. ഇപ്പോൾ ഗ്യാസൊക്കെ ഭയങ്കര ടൈറ്റായി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ സച്ചിനോടെ ഇല്ല, മൂത്ത മോനില്ല, ഹസ്സില്ല, ആൾ പണിക്ക് പോയി. പിന്നെ മക്കളും ഞാനും ചെറിയ ഒരു 2 പേരും ഞാനോട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. മീൻ വറുത്തതോടെ ഉണ്ട്. അപ്പോൾ ഈ കറി ചക്കക്കുരു നല്ല രീതിക്ക് വേവിച്ചിട്ട് പച്ചമുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് നമ്മളതിലേക്ക് മുരിങ്ങ വേവിച്ചിട്ട് ഉള്ളി താളിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ഇഷ്ടമാണോ. പിന്നെ നമുക്ക് അച്ചാറും ഉണ്ട് കേട്ടോ, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. വിളമ്പാണ് അല്ലാണ്ട് പാത്രമൊക്കെ വേണ്ടത് കഴിക്കുക, ഒരു ഫ്രീറ്റായിട്ടുണ്ട് ഒന്നുമില്ലാത്ത. فالشوق طال والقلب سما والسماء مترنما لا تنقضي أنت للروح دواء. തന്നെ മുരിങ്ങി ചക്കക്കുരും കറി. അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ മക്കളും എല്ലാവരും കൂടി ചോറിനാണ്. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.